പലതരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കാണുകയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 100 കിലോഗ്രാം ഹൽവ സൗജന്യമായി നൽകി കോഴിക്കോട് മിഠായി തെരുവിലെ കച്ചവടക്കാരൻ കൈരളി സ്വീറ്റ്സ് ഉടമ ഷാഹുൽ ഹമീദാണ് ബുധനാഴ്ച ഈ പ്രഖ്യാപനം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലായതോടെ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഷാഹുൽ ഹമീദ് വാക്ക് പാലിക്കുകയായിരുന്നു. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്കും അനിശ്ചിതത്വത്തിനൊടുവിൽ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പലതരത്തിലാണ് ആഘോഷങ്ങൾ സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. പാർട്ടി പ്രവർത്തകർ, DCC ഓഫീസുകളിൽ മറ്റ് അനുഭാവികൾ എന്നിവരൊക്കെ സന്തോഷം രേഖപ്പെടുത്തുമ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലും വളരെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അല്ലെങ്കിൽ വി ഡി സതീശനെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിന്റെ ആവേശം വെക്കുന്നു. അവിടെ ഇത് കോഴിക്കോടിന്റെ മധുരമുള്ള അലുവ, കോഴിക്കോടിന് അലുവ നൽകിയാണ് ഇത്തരം സ്നേഹം പങ്കിടുന്നത്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും സൗജന്യമായി അലുവ എടുക്കാം. സാധാരണ പണം കൊടുത്ത് വാങ്ങുന്ന അലുവയാണ്. ഇന്ന് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ അലുവ വിതരണം നടക്കുന്നത്? വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ എല്ലാവർക്കും 100 കിലോ അലുവ സൗജന്യമായിട്ട് കൊടുക്കാം. എല്ലാ തരം അലുവയുണ്ട്. പച്ചമാങ്ങ, ഓറഞ്ച് അലുവ, ഗോതമ്പലോ, കുനാഫലോ എല്ലാ അലുവയും സൗജന്യമായിട്ട് കൊടുക്കാം. ഒരു 10-35 സൈസ് അലുവ ഇതിലുണ്ട്. നമ്മൾ പിന്നെ പ്രഖ്യാപിച്ചാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാലും നമ്മൾ 100 കിലോ അലുവ ഇവിടെ കൊടുക്കും. നമ്മൾ ഇതിന്റെ മുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൈരളി ബേക്കറി യുവജനോത്സവത്തിന് കൊടുത്തിക്കണ്, പിന്നെ അർജന്റീന കപ്പ് അടിച്ചതിന് അതിനും കൊടുത്തിക്കണ്. നമ്മളെല്ലാ ദിനവും ഇവിടെ കൈരളി ബേക്കറിന്റെ വക നമ്മൾ കോഴിക്കോട് മധുരപലഹാരം വിളമ്പുന്നതാണ്. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ചെയ്യുന്നത്? വി ഡി സതീശൻ ജനങ്ങൾ വി ഡി സതീശന്റെ പക്ഷത്താണ്, അല്ലാതെ MLA-മാരെ ഇതെല്ലാം നോക്കേണ്ടത്. ജനങ്ങളാണ് വോട്ട് ചെയ്ത് വി ഡി സതീശനെ നമ്മൾ ഈ അധികാരത്തിൽ എത്തിയത്. അപ്പൊ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി വരണമെന്ന് നമ്മൾക്ക് ആഗ്രഹിച്ചു പോയതാണ്. അപ്പൊ അതുകൊണ്ട് വി ഡി സതീശൻ ആയാലും നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. കുറച്ച് ദിവസം നീണ്ടുപോയി എന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആശങ്ക ഉണ്ടായിരുന്നോ ഈ വൈകുന്നേരം നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, പ്രതിപക്ഷ നേതാവായി 5 കൊല്ലം ഭരണത്തിൽ നിന്നിട്ട് നമ്മൾ അത്രയും നമ്മൾ കഴിവുണ്ടാക്കിയ ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്. അതുകൊണ്ടാണ് എല്ലാ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത്, അല്ലാതല്ല. നമ്മൾ നല്ലൊരു ഭരണം നമുക്ക് കേരളത്തിൽ ഉണ്ടാവും വി ഡി സതീശൻ വന്നാൽ. കോൺഗ്രസ്സുകാരനാണോ? അല്ല, നമ്മള് അങ്ങനെ ഒന്നുമില്ല. നമ്മള് എല്ലാ പക്ഷത്തും നിൽക്കുന്ന ആളാ. പക്ഷെ നമ്മള് ആഗ്രഹിച്ചു പോയി വി ഡി സതീശൻ ആവണമെന്ന്. അതെ, വി ഡി സതീശൻ ആകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, പാർട്ടി നോക്കിയിട്ടല്ല, നല്ലൊരു പ്രവർത്തനം കൊണ്ട് കാഴ്ച വെച്ചുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചു പോയതാണ്. എത്ര കിലോ അലുവയാണ് ഇപ്പം നിങ്ങൾ? 100 കിലോ അലുവ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും. നിലപാടുള്ള രാജകുമാരൻ അലുവ എടുത്തോ? എടുത്തു. ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കും. നല്ല കാര്യം. ഒരാൾ നല്ല മനസ്സിന് 1000 നന്ദി. ഒരു കോൺഗ്രസ് വി ഡി സതീശൻ വരണം തന്നെ ആഗ്രഹം. അത് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നേരത്തെ തന്നെ കൈരളി സ്വീറ്റ്സ് ഇക്കാര്യം കോഴിക്കോടൻ അലുവ 100 കിലോ അലുവ സൗജന്യമായി നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ മിഠായി തെരുവിലെത്തുന്ന എല്ലാ ആളുകളും ഈ വി ഡി സതീശന്റെ വിജയത്തിൽ അല്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിൽ ഇവർ നൽകുന്ന അലുവ നുകർന്ന് അല്ലെങ്കിൽ അലുവയുടെ മധുരം നുകർന്ന് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു, ചെറിയ ആശങ്കകളൊക്കെ ഇടയ്ക്കുണ്ടായി. എങ്കിൽ പോലും തങ്ങളുടെ ആഗ്രഹം സഫലമായതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഈ മിഠായി തെരുവിലെ കൈരളി സ്വീറ്റ്സിന്റെ ഉടമകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.